ഹായ് സുഹൃത്തുക്കളെ, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൻ. ഇങ്ങനെ കെട്ടിയിട്ട് പഴയ കാലം ഓർമ്മ വരുന്നു അല്ലേ? നൊസ്റ്റാൾജിയ. എനിക്ക് ഓർമ്മ വരുന്നു. 2 ഭാഗത്തൊക്കെ കെട്ടിയിട്ട് ആ സ്കൂളിൽ പോകുന്നൊരു സമയം. എന്താ, ഞാൻ ആദ്യം പഠിച്ചത് കനകമഠം LP സ്കൂളിലാണ്, പിന്നെ പഠിച്ചത് പൊന്നെ UP സ്കൂളിൽ, പിന്നെ ഞാൻ ഗേൾസ് സ്കൂളാണ് പഠിച്ചത്, തിരുവങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. +2 ഒക്കെ കഴിഞ്ഞത്, +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞത്, ഡിഗ്രി കഴിഞ്ഞത് ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ആ കോളേജ് ടൈമോ ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പഴയ കാലം ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമില്ല, മനസ്സുഖം, അതൊക്കെ ഞാനിങ്ങനെ അയവിറക്കാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു. പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര സമാധാനക്കേടായിരിക്കും. ആ മാർക്ക് എങ്ങനെ അവർക്ക് കിട്ടി, എനിക്കും കൂടി അങ്ങനെ കിട്ടണേന്ന് വിചാരിച്ചില്ല. കാരണം എനിക്ക് ആ മാർക്കിൻ്റെ ഇതിൽ നല്ല മാർക്ക് കിട്ടുന്ന തന്നെയാണ്. നമ്മൾ മത്സരിച്ചിട്ട് പഠിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിന് ഒരു ബാഡ്ജ് തരും, ഗ്രീനും യെല്ലോ, റെഡ്. അപ്പം റെഡ് ഫസ്റ്റ്, സെക്കൻഡ് ഗ്രീന്, തേർഡ് യെല്ലോ, അങ്ങനെയാണ്. ഈ ഒരു ബാഡ്ജിന് വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. അതൊക്കെ ഒരു കാലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ, സത്യം പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ആ സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും 2 ഭാഗത്ത് പിന്നിടണം. എനിക്ക് മുടി, അന്നേരം ഞാൻ മുടി ഉണ്ടായിരുന്നു, പക്ഷേ മുടി ഉണ്ടായിട്ടും നമുക്ക് മുടി അയച്ചിട്ടിട്ട് പോകുന്നൊരു സുഖം വേറെ തന്നെയല്ലേ. ഞാൻ വിചാരിച്ചു എന്നാൽ മുടി അങ്ങ് മുറിച്ചാളിയാം, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചു ചെവീൻ്റെ അടുക്ക വരെയാക്കി മുടി. അപ്പോൾ ലീഡർ ഞാൻ 8ാം ക്ലാസ്സിലാണ് ക്ലാസ് ലീഡർ ആയതൊന്നും. അപ്പോൾ അങ്ങനെ നമുക്ക് നിർബന്ധമായിട്ട് മുടി പിന്നിടണം, നിർബന്ധമായിട്ട് മടക്കി കെട്ടണം, അങ്ങനെ ചെയിൻ ഇടാൻ പാടില്ല, കമ്മലിടാൻ പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്കവിടെ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, പക്ഷെ അതൊരു സുഖമുള്ള ഏർപ്പാടാണ് സ്കൂൾ കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്തും അതേപോലെ തന്നെ. ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റുള്ള കോളേജാണ്. ഞാൻ BA ഹിസ്റ്ററിയാണ് എടുത്തത്. അതുപോലെ തന്നെ BA ഹിസ്റ്ററി എടുക്കാൻ ഒരു കാര്യമുണ്ട്, കാരണം എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. പഴയ കാലം, പഴയ ചരിത്രാതീത കാലവും ഒക്കെ തിരഞ്ഞെടുത്ത് ഇഷ്ടപ്പെട്ടിട്ട് വായിക്കും. ഞാൻ പഴയ ആൾക്കാരുടെ ബുക്കൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചരിത്രം തിരഞ്ഞെടുത്തതും. പിന്നെ PSCൻ്റെ കോച്ചിങ് കുറച്ച് കാലത്തേക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 വർഷം. അതിനുശേഷമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ എപ്പോഴും അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങ് പെട്ടു. സാരമില്ലെന്നേ, ഇതല്ലേ ഒരു സുഖം. അപ്പം ചെറിയൊരു വ്ലോഗ്. ബൈ ബൈ.